നമ്മളെ നവാമുകുന്ദയിൽ പഠിച്ചിരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം അപ്പേട്ടൻ. സ്കൂളിന് അടുത്താണ് ഇയാളുടെ കച്ചവടം ഉള്ളത്. ഞാനൊക്കെ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് ഇന്റർവെല്ലാകുമ്പോൾ ഓടി വരും അപ്പേട്ടൻ്റെ അടുത്തേക്ക്. അപ്പേട്ടൻ്റെ അടുത്ത് അവിടെ ഒരു പഴം ഉടച്ചു വെച്ച് പിന്നെ അതിൽ കുറച്ച് അവിലും ഇട്ട് പഞ്ചസാര വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു അവിലും വെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം ഒഴിച്ച് മൂപ്പര് ഇളക്കി തരും. അതൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്നത്തെ അവിലും വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, മറക്കാൻ പറ്റൂല. അതുപോലെ അദ്ദേഹത്തിന്റെ കടയിൽ ഉണ്ടായിരുന്നതാണ് ശർക്കര മിഠായി, പാരീസ് മിഠായി, പിന്നെ ജാമുകള്. പിന്നെ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ കുപ്പിവളകളുടെ ഒരു ശേഖരമായിരുന്നു കേട്ടോ അവിടെ. അത്രയേറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അന്ന്. അന്നത്തെ കുട്ടികളൊക്കെ കുപ്പിവളയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസ് ഒക്കെ മാറി മാറി പോയെങ്കിലും അപ്പോഴത്തെ ഒരു മാറ്റമില്ല. മൂപ്പര് അന്നും ചിരിച്ചോണ്ട് തന്നെ നിൽക്കുന്നത്, ഇന്നും ചിരിച്ചോണ്ട് തന്നെ. ആ നിഷ്കളങ്കമായ ചിരി ഇപ്പോഴും ഉണ്ട്. കുട്ടികളുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പഠിച്ചു പോയിരുന്ന എല്ലാവർക്കും അപ്പോഴത്തെ അറിയാൻ പറ്റും, സ്റ്റുഡൻസിനായാലും ടീച്ചേഴ്സിനായാലും. ഞങ്ങളൊക്കെ ഇന്റർവെൽ സമയത്ത് ഇവിടെ വന്ന് പിന്നെ അടിപിടി കേസ് ഉണ്ടാകുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ചർച്ച. പിന്നെ ഏതെങ്കിലും പ്രണയമൊക്കെ സെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അവനെ കൊണ്ട് ചെലവും ചെയ്യിപ്പിക്കും. ആ പെൺകുട്ടിക്ക് വേണ്ട വള, കമ്മല്, മാല എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒക്കെ അപ്പോഴത്തെ ഇരുന്ന് വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോവാറ്. എല്ലാം നിറഞ്ഞ അന്നത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു ഇവിടെ. എന്റെ കുറച്ച് സുഹൃത്തുക്കൾ പ്രവാസികൾ പറഞ്ഞിരുന്നു